ഹായ്, ഹലോ, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അമീബിയനെ പറ്റിയിട്ടാണ്. അമീബ എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അമീബിയനെ പറ്റി കേൾക്കുന്നു. ഈ കുറച്ച് മാസങ്ങളായിട്ടും നമ്മൾ അമീബിയനെ പറ്റി അതിലൂടെ ഉണ്ടായ മരണത്തെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നും പറയും. അപ്പം ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും ഇതിന് പറയാറുണ്ട്. എന്താണ് അമീബ? അമീബ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറൽ, ഫംഗി അതുപോലെ പാരസൈറ്റ്സിൽപ്പെട്ട ഒന്നാണ് അമീബ എന്ന് പറയുന്നത്. പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സപ്പോസ് പറയുകയാണെങ്കിൽ മാവിൽ കിളിച്ച് വരുന്ന ഇത്തിള് പോലെ, അതായത് ഇത്തിലിന് ആവശ്യമുള്ള ജലവും ലവണവും എല്ലാം ആ മരത്തിൽ നിന്നും വലിച്ചെടുക്കുകയും അത് നന്നായി വളർന്നു വരികയും ചെയ്യുന്നു. അതേസമയം ആ മാവ് നശിച്ചു പോകാൻ ഇടയാവുകയും ചെയ്യുന്നു. അമീബ എന്ന് പറയുമ്പോൾ ഒരു യൂണിസെല്ലുലാർ മൈക്രോ ഓർഗാനിസമാണ്. ഇതിന് തനിയെ ഷേപ്പ് മാറാൻ ഉള്ള കഴിവ് ഉണ്ട്. ഒരു 1000-ൽ ഒരാൾക്ക് മാത്രം കാണുന്ന ഒരു അസുഖമാണ്, വളരെ വിരളമായി കാണുന്ന ഒരു അസുഖമാണ് അമീബ എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമനിൽ നിന്ന് മറ്റൊരു ഹ്യൂമനിലോട്ട് ഒരിക്കലും സ്പ്രെഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇത് കൂടുതലും കാണപ്പെടുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ കുളങ്ങൾ, പൂളുകൾ എന്നിവയിലാണ് ഇത് കൂടുതലായിട്ടും കാണാൻ ഇടയാകുന്നത്. ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് ഇത് കാണുന്നത്. വൃത്തികേടായ വെള്ളത്തിൽ മാത്രമല്ല ഇത് കാണുന്നത്, ക്ലീനായ വെള്ളത്തിലും കാണാറുണ്ട്. അതും ഇളം ചൂടുള്ള വെള്ളം. ഒരു 40 to 50 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിന് ജീവിക്കാൻ അനുയോജ്യമായ. ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, അതായത് കുളങ്ങൾ, പൂളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇറങ്ങി കുളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി വെള്ളത്തിലേക്ക് ചാടുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് വെള്ളം എരച്ച് കയറും. അപ്പോൾ അതുവഴി അമീബ നമ്മുടെ മൂക്കിലേക്ക് കയറുകയും മൂക്കിലെ നേർത്ത തൊലിയിലൂടെ അമീബ നമ്മുടെ ബ്രെയിനിലേക്ക് കയറുകയും ബ്രെയിൻ അത് കാർന്നു തിന്നുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് ബോഡിക്കകത്ത് കയറുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത പനി, തലവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ നിന്ന് മുകളിലോട്ട് വേദന അനുഭവപ്പെടുകയും കണ്ണിൽ റെഡ്നെസ് ഫീൽ ചെയ്യുകയും നെക്കിൽ വേദന, ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുകയും വൊമിറ്റിങ്, നോസിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ്, വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് പോലെ തോന്നുക. അങ്ങനെ നമുക്ക് ടേസ്റ്റ് പോകും. അതുപോലെ തന്നെ മണം, നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല. ഒന്നും ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ല. കാഴ്ചയ്ക്ക് മങ്ങൽ, അതുപോലെ തന്നെ അപസ്മാരം വരെ നമുക്ക് വരും. നട്ടെല്ലിൽ നിന്നും ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ടാണ് രോഗനിർണയം ചെയ്യുന്നത്. പലപ്പോഴും ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് അനാവശ്യമായ ചില പേടികൾ എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്. അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ മഴ നനയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വഴി ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ എത്രത്തോളം ക്ലീനാണ് എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പേടിയും വേണ്ട. കാരണം അമീബയായിട്ട് നമുക്ക് ഡയറക്റ്റ് സ്കിൻ ഉണ്ടായാൽ പോലും ഒരിക്കലും നമുക്ക് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകില്ല. കാരണം എപ്പോഴെങ്കിലും നമ്മുടെ മൂക്കിലേക്ക് ഈ അമീബ കയറുകയോ അതുവഴിയേ നമ്മുടെ ബ്രെയിനിൽ ഈ പറഞ്ഞ അസുഖം നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരിക്കലും നമുക്ക് അത് ചിലപ്പം അതുള്ള വെള്ളത്തിൽ നമ്മൾ കുളിച്ച് അല്ലെങ്കിൽ കാല് നനച്ചെങ്കിലും നമ്മുടെ മൂക്കിൽ കയറിയില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ അസുഖം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ആയാലും വലിയ മുതിർന്നവരാണെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്ന സാഹചര്യമാണെങ്കിൽ അത് കറക്റ്റ് ക്ലീൻ ആണോ നോക്കുക. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും ഇത് ഉപ്പുള്ള വെള്ളത്തിൽ ജീവിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, കുട്ടികളുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നോസ് ക്ലിപ്പ് കിട്ടും. അതുവഴിയാണല്ലോ അമീബ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോസ് ക്ലിപ്പ് വഴി നമുക്ക് ഇത് വരാതെ പരമാവധി സൂക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റ.